നമസ്കാരം. പാലക്കാട് ഇരട്ട കൊലപാതകം നടത്തിയ പ്രതി ചെന്താമര ഒടുവിൽ 2 പകലും 2 രാത്രിയും കഴിഞ്ഞപ്പോൾ പോലീസിന്റെ വലയിലായി, കസ്റ്റഡിയിലായി, അറസ്റ്റിലായി. എന്നാൽ ഇത് പോലീസിന്റെ മിടുക്കാണ് എന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസുകാർ ഈ വിഷയത്തിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. പോലീസിന്റെ അനാസ്ഥയും പരാജയം കൊണ്ട് മാത്രം തന്നെയാണ് പാലക്കാട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേരെ ഒരു കൊലയാളി കൊലപ്പെടുത്തിയത് എന്ന് ഓർക്കുമ്പോൾ തന്നെ പോലീസിന്റെ കെടുകാര്യസ്ഥത എത്ര കണ്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പാലക്കാട് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ചെന്താമര എന്ന് പറയുന്ന ഇയാൾ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇയാൾ വിചാരണ തടവുകാരനായി കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾക്ക് 4 മാസത്തെ പരോൾ അനുവദിച്ചു കിട്ടി. ഈ പരോൾ സമയത്ത് ഒരു കാരണവശാലും ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത് നെന്മാറ പഞ്ചായത്തിൽ ഇയാൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇയാൾ പരോളിൽ ഇറങ്ങിയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തി കൊല്ലപ്പെട്ട സജിതയുടെ സുധാകരന്റെ മകൾ അഖില പോലീസിനോട് കാല് പിടിച്ചു കരഞ്ഞു പറഞ്ഞതാണ്, ഇയാളെ ഒരു കാരണവശാലും നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്, ഇയാൾ ഞങ്ങളെ കൊല്ലും കൊല്ലും കൊല്ലും, ദയവായി ഞങ്ങളെ രക്ഷിക്കണം എന്ന് അവർ കാല് പിടിച്ച് ആ കുട്ടി പോലീസിനോട് കരഞ്ഞു പറഞ്ഞതാണ്. എന്നാൽ പോലീസ് കൃത്യസമയത്ത് കൃത്യമായ രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളാത്തതിന്റെ പേരിൽ അഖിലയുടെ അച്ഛനെയും അച്ഛന്റെ അമ്മയായ ലക്ഷ്മിയെയും ചെന്താമര അരിഞ്ഞു തള്ളുകയായിരുന്നു. ഇയാൾ ഈ കൊലപാതകം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞത്. അതായത് 5 പേരെ കൊല്ലാനാണ് താൻ പ്ലാൻ ഇട്ടിരുന്നത്. അതിൽ ആദ്യത്തേത് താൻ ചെയ്തു കഴിഞ്ഞു. സുധാകരന്റെ ഭാര്യയായ സജിതയെ താൻ കൊന്നു കഴിഞ്ഞു. ഇനി സുധാകരന്റെ ഭാര്യയായ ലക്ഷ്മിയെയും താൻ കൊന്നു കഴിഞ്ഞു. സുധാകരൻ തന്നെ കാണുമ്പോഴെല്ലാം ചൊറിയുന്ന തരത്തിൽ വർത്താനം പറയും. അതുകൊണ്ടാണ് സുധാകരനെ വകവരുത്തിയത് എന്നാണ് ചെന്താമര യാതൊരു ഭാവഭേദവും കൂടാതെ പോലീസിനോട് വെളിപ്പെടുത്തിയത്. സുധാകരൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടടുത്ത ദിവസം മുമ്പ് തന്നെ മദ്യപിച്ചു വന്ന് വഴക്ക് പറയുകയും തന്നെ കാണുമ്പോൾ ഒരു തരം ചൊറിയുന്ന വർത്തമാനാണ് സുധാകരനും സുധാകരന്റെ അമ്മ ലക്ഷ്മിയും നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഏത് വിധേനയും തീർക്കണം എന്ന് താൻ പ്ലാനിട്ടിരുന്നത്. എന്നാൽ അത് ഇത്രയും നേരത്തെ ആകുമെന്ന് വിചാരിച്ചില്ല എന്നാണ് ചെന്താമര അക്ഷോഭ്യനായിക്കൊണ്ട് പോലീസിനോട് മറുപടി നൽകിയത്. ഇവരെ കൊല്ലാൻ വേണ്ടി എലവഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നാണ് കൊടുവാൾ വാങ്ങിയത്. അവിടെ ഇത്തരം ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് എലവഞ്ചേരിയിൽ നിന്ന് തന്നെ കൊടുവാൾ മേടിക്കുകയായിരുന്നു എന്നാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞത്. ഈ കൊടുവാൾ കൊണ്ട് തന്നെയാണ് സുധാകരന് വെട്ടിവീഴ്ത്തിയത്. സുധാകരൻ സാധാരണ ഞായറാഴ്ച ആണ് വീട്ടിൽ വരാറുള്ളത്. എന്നാൽ ഞായറാഴ്ച സുധാകരനെ കൊല്ലാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ച സുധാകരൻ ജോലിക്ക് പോകുന്ന സമയം നോക്കി സ്കൂട്ടറിൽ കയറിയപ്പോൾ ഓടി വന്ന് ഇയാളുടെ മുട്ടുകാലിന് വെട്ടുകയായിരുന്നു. ഈ ഓടി രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് മുട്ടുകാലിന് ലക്ഷ്യമാക്കി വെട്ടിയത് എന്ന് ചെന്താമര പറയുമ്പോൾ തീർത്തും ഒരു കൊടും കുറ്റവാളിയുടെ അക്ഷോഭ്യമായ മനസ്സും പ്രകൃതവുമായിരുന്നു അയാൾക്ക് എന്നാണ് പോലീസ് അടയാളപ്പെടുത്തുന്നത്. വീണ്ടും സുധാകരന്റെ പിൻകഴുത്തിൽ വെട്ടി. ഈ വെട്ടുവെട്ടിയത് കൊല്ലാൻ കണക്കാക്കി തന്നെയാണ്. എന്നാൽ സുധാകരനെ വെട്ടുന്നത് കണ്ടപ്പോഴാണ് സുധാകരന്റെ അമ്മ ലക്ഷ്മി ഓടി വന്നത്. അവരെയും കൊല്ലാൻ കണക്കാക്കി തന്നെ കഴുത്തിനാണ് വെട്ടിയത്. പക്ഷെ അവർക്ക് വെട്ടുകൊണ്ടത് അവരുടെ ചെവിക്കും കണ്ണിനും ഇടയിലുള്ള ഭാഗത്താണ്. പിന്നെയും വെട്ടി അവരെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് താൻ വെട്ടിയത് എന്നുകൂടി ചെന്താമര പറയുകയുണ്ടായി. ഇനിയും തനിക്ക് 3 പേരെ കൂടി കൊല്ലാനുണ്ട്. അതിലൊന്ന് തന്റെ ഭാര്യ വിലാസിനിയാണ്. അവരെവിടെയാണ് കഴിയുന്നത് എന്ന് തനിക്കറിയില്ല. തന്നിൽ നിന്നും പിണങ്ങി പിരിഞ്ഞ് അവരുടെ വീട്ടിലില്ല. എന്നാൽ പാലക്കാട് തന്നെ താൻ അറിയാത്ത ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിലാണ്. അതുകൊണ്ട് അവരെ കണ്ടെത്തി അവരെ കൊല്ലണം. കൂടാതെ തന്റെ മകളെയും മകളുടെ ഭർത്താവിനെയും കൊല്ലണം എന്നുകൂടിയാണ് ചെന്താമര പറഞ്ഞത്. സ്വന്തം മകളുടെ ഭർത്താവിനെയും, അത് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസുകാരനായ മരുമകനെയും കൊല്ലണം എന്ന് തന്നെയാണ് ചെന്താമര പറഞ്ഞത്. അതായത് ഒരു കൊടും ക്രിമിനലിന്റെ ഒട്ടും കൂസലില്ലാത്ത, ഒട്ടും ചാഞ്ചല്യമില്ലാത്ത മനസ്സിനുടമയായ ചെന്താമരയെ ഇനി ഒരു കാരണവശാലും ജയിലിന് പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന സന്ദേശം തന്നെയാണ് ചെന്താമരയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ചെന്താമര എന്ന ഈ കൊടും ക്രിമിനലിനെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് എന്താണ് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ചെന്താമരയെ പിടിക്കുന്നതിന് ഊർജിതമായ ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ചെന്താമര പാലക്കാട് നെന്മാറയിലുമുള്ള കാട്ടിൽ തന്നെയായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. 2 പകലും 2 രാത്രിയും ഇയാൾ കാട്ടിൽ കഴിച്ചുകൂട്ടി. നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ കാട്ടിൽ തന്നെയാണ് ഒഴിവിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 പകലും 2 രാത്രിയും ഇയാൾ കാട്ടിൽ കഴിഞ്ഞതോടുകൂടി ഇയാൾ തീർത്തും അവശനായിരുന്നു. ഇയാളുടെ സഹോദരൻ പോലീസിന് നൽകിയ മൊഴി ഇത് തന്നെയാണ്. കാരണം 2 ദിവസത്തിൽ കൂടുതൽ ഇയാൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കില്ല. വിശപ്പ് ഒരു കാരണവശാലും സഹിക്കാത്ത പ്രകൃതക്കാരനാണ് ചെന്താമര. അതുകൊണ്ട് കാട്ടിൽ 2 ദിവസത്തിലധികം ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞുകൂടുവാൻ ചെന്താമരയ്ക്കാകില്ല. അയാൾ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പോലീസിനോട് ചെന്താമരയുടെ സഹോദരൻ പറഞ്ഞത്. എന്നാൽ
പോലീസ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മഫ്റ്റിയിൽ സഹോദരന്റെ വീട്ടിലും ചെന്താമരയുടെ വീട്ടിലുമെല്ലാം കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ രാത്രി 11 മണിയോടുകൂടി സഹോദരന്റെ വീട്ടിലേക്ക് പോകാതെ കാടിറങ്ങി വന്ന ചെന്താമര തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. അവിടെ അരിയും ഭക്ഷണ സാധനങ്ങളും എല്ലാം ചെന്താമര കരുതിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് വീണ്ടും കാട് കയറുക, കാട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കാടിറങ്ങി വന്ന ചെന്താമരയെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്നാൽ പോലീസ് കീഴ്പ്പെടുത്തുമ്പോൾ ചെന്താമര അക്ഷോഭ്യനായി നിൽക്കുകയായിരുന്നു. കാരണം അയാൾ അവശനായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ടില്ല, 2 രാത്രി അയാൾ ഉറങ്ങിയിട്ടില്ല, കയ്യിൽ മാരകായുധങ്ങൾ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കയ്യിൽ ഒരു ചരട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചരട് അപ്പോൾ തന്നെ പോലീസ് അഴിച്ച് വലിച്ച് ദൂരെ കളയുകയും ചെയ്തു. പിന്നീട് പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇയാൾ വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം, തനിക്ക് ഭക്ഷണവും അതായത് ചോറും കോഴിയിറച്ചിയും വേണം എന്ന് പറയുകയുണ്ടായിരുന്നു. പോലീസ് ഇയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ ഏതോ വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ ടൂർ പോയിരിക്കുന്ന ആളുടെ പോലെ വളരെ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് കാണപ്പെട്ടത്. കാരണം 2 പേരെ കൊലപ്പെടുത്തിയതിന്റെ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അതിന്റെ യാതൊരു ലാഞ്ചനയും ഇയാളിൽ കണ്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു കുടുംബത്തെ ആകമാനം തേച്ചു കഴുകി കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ ഇയാൾ വെട്ടിയരിഞ്ഞ് തീർക്കുകയായിരുന്നു. അഖിലയും അഖിലയുടെ സഹോദരിയും മാത്രമാണ് ഇനി ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത്. കൊടും ക്രൂരത, കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇയാൾക്ക് ഒരു കാരണവശാലും മാനസികമായി യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും ഈ കൊലയിൽ ഉണ്ടായിട്ടില്ല എന്നും ഇനിയും തനിക്ക് 3 പേരെ കൂടി കൊല്ലാനുണ്ട് എന്ന് അക്ഷോഭ്യനായി പോലീസിനോട് പറയുമ്പോൾ ഇയാളുടെ മാനസികാവസ്ഥ ഒരു വേട്ടമൃഗത്തേക്കാൾ കൂടുതലാണ് എന്ന് തന്നെയാണ്. ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു പ്രതി, അതും നെന്മാറ പഞ്ചായത്തിന്റെ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ജാമ്യ വ്യവസ്ഥയുള്ള ഒരു പ്രതി നെന്മാറയിൽ എത്തിയിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് ഇത് കോടതിയിൽ പരാതിപ്പെടാൻ സാധിക്കാതിരുന്നത്, ഇയാൾ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്ന് തന്നെയാണ് എടുത്തു ചോദിക്കുന്നത്. കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില തന്നെ കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതി പോലീസ് സ്റ്റേഷനിലെത്തി നെന്മാറയിൽ ചെന്താമര എത്തിയിട്ടുണ്ടെന്നും ചെന്താമര ഞങ്ങളെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിഷ്ക്രിയത്വം തുടർന്നതിനാൽ തന്നെയാണ് ഇപ്പോൾ ചെന്താമര വീണ്ടും 2 പേരെ കൂടി കൊല്ലാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഇത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ പിടിപ്പുകേട് തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ നിന്നും തലയൂരുവാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് SIയെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ പാലക്കാട് നെന്മാറയിലുമുള്ള പോലീസ് സേനയ്ക്ക് ഒരു കാരണവശാലും സുധാകരന്റെയും ലക്ഷ്മിയുടെയും ഈ കൊലപാതകത്തിന്റെ പാപഭാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ചെന്താമരയെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം അവധി ദിവസങ്ങളിൽ ഒരിക്കലും ചെന്താമരയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ചെന്താമരയെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന ആക്രോശവുമായി വടികളുമായി തന്നെയാണ് പാലക്കാട് നിവാസികളെല്ലാം പോലീസ് സ്റ്റേഷനിലും ചെന്താമരയെ തെരഞ്ഞുകൊണ്ട് പോലീസ് പോകുമ്പോൾ കാട്ടിനുള്ളിലേക്കുമെല്ലാം ജനങ്ങൾ ഇരച്ചു കയറിയിരുന്നത്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവനെ തീർക്കും, എന്നിട്ട് പോലീസിന് കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു പാലക്കാട് ചെറുപ്പക്കാർ തങ്ങളുടെ കയ്യിൽ കുറുവടി ഏന്തി നിന്നുകൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്താമരയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോഴും നാട്ടുകാർ വളരെ ശക്തിയോടുകൂടി തന്നെ ആക്രമണോത്സുകരായി തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെടുത്തത്. പിന്നീട് പോലീസ് സ്റ്റേഷന്റെ എല്ലാ ഗേറ്റുകളും അടച്ചു തന്നെയാണ് ജനങ്ങളെ പ്രതിരോധിച്ചത്. അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളിൽ ചെന്താമരയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകാൻ സാധിക്കില്ല. മറ്റേതെങ്കിലും ദിവസങ്ങളിൽ, പ്രവൃത്തി ദിവസങ്ങളിലായിരിക്കും പോലീസ് ചെന്താമരയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുക. എന്തായാലും ചെന്താമരയെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ചെന്താമര കുറ്റം സമ്മതിച്ചതിനാൽ ഇനി പോലീസിന് മറ്റു നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കേണ്ടതുള്ളൂ. എന്തായാലും പോലീസിന്റെ നിഷ്ക്രിയത്വവും ചെന്താമരയുടെ ദുഷ്ടമനോഭാവവും ഒരു കുടുംബത്തിലെ 2 പേരെ കൂടി അരിഞ്ഞു തള്ളിയിരിക്കുന്നു. ആദ്യം സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിയരിഞ്ഞു കൊന്നു, പിന്നീട് സുധാകരനെയും സുധാകരന്റെ അമ്മയെയും വെട്ടിയരിഞ്ഞു കൊന്നിരിക്കുന്നു. വീണ്ടും അയാൾ തന്റെ മകളെയും തന്റെ മരുമകനെയും ഭാര്യയെയും കൊല്ലാൻ വേണ്ടി അന്വേഷിച്ചു നടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം കണ്ട ഏറ്റവും മൃഗീയ വാസനയുള്ള, കൊലപാതക ചിന്തയുള്ള കൊടും ക്രിമിനൽ തന്നെയാണ് ചെന്താമര എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും ചെന്താമരയ്ക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും കൊടുക്കരുത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തട്ടഹസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നത്. അവൻ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഇനി പലരെയും കൊല്ലും. ഒരു കാരണവശാലും ചെന്താമരയ്ക്ക് ഇനി ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.